ആരിഫ് ഹുസൈൻ, കുടിവെള്ളം മുട്ടിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷേ പാകിസ്ഥാന് അകത്ത് നിന്ന് പാകിസ്ഥാൻ ജനത തന്നെ ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന രീതിയിലുള്ള കടുത്ത സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ പാക് പ്രധാനമന്ത്രി രണ്ടാം വട്ടവും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തെ സമീപിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അത്. ഈ നോൺ വയലൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടമായിട്ടാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ആ വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതെല്ലാം വഴിയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കുഴപ്പങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കണ്ടത് എന്താണ്? ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു വശത്ത്, മറുവശത്ത് ആ ബന്ദികളായിട്ടുള്ള ആളുകളെ വെച്ച് വില പേശുന്നു, അവരുടെ ശവശരീരം വെച്ചിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, അത് വിട്ടുകിട്ടാതെയുള്ള പ്രശ്നങ്ങൾ, ആ വിട്ടയക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഇതിന് ഒരു സാധ്യത, ഒരു സമവായത്തിനുള്ളൊരു ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ പവർ പൊസിഷനിൽ നിന്നിരുന്നത് ആരാണ്? ഇസ്രായേൽ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇസ്രായേലിന് ഇത്ര നാളായിട്ടും സാധിക്കാത്തൊരു കാര്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവരെ ആ ഒരു രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ കഴിയുന്നില്ല. പറയുമ്പോൾ ഇന്ത്യയും ഇസ്രായേലും വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ശരിക്കും ഒറ്റയ്ക്കാണ്. നമുക്കൊരു സുഹൃത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം പോലും ഇല്ല നമ്മുടെ കൂടെ എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം. എല്ലാം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയാവുന്ന, നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളെ കൂടെ ആരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പേരിനുള്ളത് ഇസ്രായേൽ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് തൊട്ടടുത്തൊന്നും അല്ലാതെ US പോലും നമ്മളോട് കാണിച്ച് എന്താണെന്ന് കണ്ടു. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ വളരെയധികം സൗഹൃദ ബന്ധം, പ്രധാനമായിട്ട് ഇനി ആരില്ലെങ്കിലും US ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ തൊട്ടടുത്ത അറബ് രാഷ്ട്രങ്ങൾ അവർ പരോക്ഷമായിട്ടാണെങ്കിലും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു. കാരണം അവരുടെ നാട്ടിലുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നത് ഇസ്രായേലിൻ്റെ സഹായത്തോട് കൂടിയായതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ വേണം എന്നും കൂടി അറിയാം. എന്നാൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ അവിടെയുള്ള ചുറ്റുമുള്ള 6-7 രാജ്യങ്ങൾ ഒരുമിച്ച് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഒരുമിച്ച് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ സൗദി അറേബ്യക്ക് അവരുടെ എയർ സ്പേസ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് ഇസ്രായേലിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അങ്ങനെ സഹായം കൊടുക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ എന്താ കണ്ടത്? ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് അവിടെ ഭൂകമ്പം വന്നപ്പോൾ നമ്മൾ സഹായിച്ചു എന്ന് പറയുന്ന തുർക്കി പോലും നിന്നത് പാകിസ്ഥാനോടൊപ്പമാണ്. ഇതാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു തുള്ളി ചോര പോലും നമ്മൾ ചിന്താതെ, അതിൽ ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരു കാഷ്വാലിറ്റിയും ഉണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പഴി നമ്മൾ കേൾക്കാൻ ഇടവരുത്താതെ നമ്മൾ അവരെ മുട്ടുകുത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അവരെ അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഇതിന് തുടക്കമിട്ട ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു അവസ്ഥ. അവിടെയാണ് നമ്മൾ ഹമാസിനെയും ഇസ്രായേലിനെയും ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ ആ വ്യത്യാസം നമ്മൾ കാണുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ഇതിൻ്റെ നമ്മൾ സാധാരണ പറഞ്ഞ യുദ്ധതന്ത്രം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് വലിയ ആയുധങ്ങളോ വലിയ പടക്കോപ്പോ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയോടൊക്കെ നമ്മൾ വിയോജിക്കേണ്ടി വരേണ്ടത്. അതായത് ഇതിന്റെ ഇടയിൽ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനം എത്ര എണ്ണം പോയി, വെടിയുണ്ട് എത്ര എണ്ണം പോയി, ഡീസൽ എത്ര ചെലവായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഇതിന്റെ ഔട്ട്കം ആണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കാതെ ഇതിലെന്ത് സംഭവിക്കുന്നു, ഇതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത കൊടുക്കാതെ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണ്ട് ഈ ബോഫോഴ്സ് അടക്കമുള്ള വിഷയങ്ങളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഊക്കിന്റെ അത് തീർക്കാൻ വേണ്ടിയുള്ള വഴിയായിട്ടാണ് ഇത് കണ്ടത്. അതിലൂടെ എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പോലും നമുക്ക് പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാനിവിടെ ചോദിച്ചതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു രാജ്യം, അത് തന്നെ ഇതുപോലെ ഒരു തുള്ളി ചോര പോലും നോൺ വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്രമാദിത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിനൊരു മാതൃകയാവുന്ന ഒരു രീതിയിൽ, അതും നമ്മളിപ്പോൾ അത്ര വലിയ സാമ്പത്തിക ശക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 4ാം സ്ഥാനത്തേക്കായി എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ പോലും നമുക്കറിയാം ഇത്രമാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നമുക്ക് എത്ര തുക ഒരു യുദ്ധ ബജറ്റായിട്ടൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. അതിനൊക്കെ വളരെ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ന്യൂക്ലിയർ സൈറ്റ്സ് പോലും അവിടെ അറ്റാക്ക് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും
അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോഴും അവിടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇല്ലാതെ നമുക്ക് നോക്കാനൊക്കെ സാധിക്കുമ്പോൾ ഇതൊരു വലിയ മാതൃകയാണ്. ഇത് ലോകത്തിന് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ്ലെസ് വാർ എന്നൊക്കെ പറഞ്ഞ് ഇനി ആധുനിക ലോകത്ത് ഇനി ആരെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുക. ഇനി ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു നദീജല കരാറ് റദ്ദാക്കുന്ന ഒരു അവസ്ഥ ആദ്യം തന്നെ നമ്മൾ അതാണല്ലോ ചെയ്തത്. ഈ യുദ്ധത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ റെസ്പോൺസ് അതായിരുന്നു ആദ്യം. ആ സമയത്ത് എന്തായാലും നമ്മളിവിടെ കേട്ടത് വെള്ളം മുട്ടിക്കരുത്, അത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലവിളിക്കുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടു. അവരോടൊക്കെയാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ എന്ത് പറയുന്നു? ഇത് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ വട്ടത്തിൽ ചുറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക, കത്രിക പൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇതാണ് നമ്മളിവിടെ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡിപ്ലോമാറ്റിക്കലി, അതോടൊപ്പം തന്നെ മിലിറ്ററിലി, പിന്നെ ഇതുപോലെയുള്ള ചില ബേസിക് നീഡ്സ് വെച്ചുകൊണ്ട് പോലും നമ്മൾ അവരെ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ തളച്ചിടും. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ കുറവ് ചെറിയ തോതിലൊന്നല്ല അവരെ അഫക്റ്റ് ചെയ്ത്, മോർ ദാൻ 50% എങ്കിലും അവർ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കണക്കുകൾ ഒക്കെ കാണുമ്പോൾ. അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലോങ് റണ്ണിൽ അത് വലിയ തോതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഫാമേഴ്സ് അവരുടെ ഇന്റർണൽ 50% എഫക്റ്റഡ് പെട്ടെന്ന് ആകുന്ന ആരും കരുതിയില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഈ സീസൺ നമ്മൾ നോക്കണമല്ലോ. ഈ വെള്ളം ആവശ്യമുള്ള അവരുടെ സെലക്ഷൻ മാറിപ്പോയി. മഴക്കാലത്തായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നം ആയിക്കോളുന്നില്ല. ഇത് ഈ കാലഘട്ടം കൂടി അവർ ഓർക്കണമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ സംഗതികളും കൂടി നമ്മൾ നോക്കുമ്പോഴാണ് എല്ലാം കൊണ്ട് പ്രതികൂലമായ ഒരു സംഗതി. പിന്നെ ഇത് ഒളിപ്പിച്ചു വെക്കാൻ അവർ ആ കൂടി ചെയ്യുന്ന എന്താണ്, അസീം മുനീറിന് പിടിച്ചിട്ട് ഒരു സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്ത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കണ്ണിൽ പൊടിയിരുന്നു. ഇതൊക്കെ മതി ഇവരെ പോലെയുള്ള ആളുകൾക്ക് സന്തോഷിക്കാൻ. നമ്മൾ തമാശക്കാണെങ്കിലും പറയാണ്ട്, ഈ എന്താണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുകളിൽ വരുന്നതെന്ന് എല്ലാവരും ചിന്തിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് വരുന്നത്. ഇതുപോലെയുള്ള ചില ഫൂൾസ് പാരഡൈസിൽ ഇരുന്നിട്ട് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് അവരിങ്ങനെ സന്തോഷിച്ച് സദാസമയം ചിരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാകണം അവരിതിൽ മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഇത് നമുക്ക് അഭിമാന നിമിഷമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുക. ഇത് എന്ന് വെച്ചാൽ ഇത് യുദ്ധം തീർന്നു എന്നോ അറ്റാക്ക് അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് അവസാനിച്ചു എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വളരെ സക്സസ്ഫുള്ളി ആ മൈൽ സ്റ്റോൺസ് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. ആ ഘട്ടം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട് എന്ന് തന്നെ പറയാം.